അപ്പോൾ ഇൻട്രോ എന്നത്തെയും പോലെ നമ്മുടെ കുഞ്ഞാപ്പി എന്നെ തുടങ്ങി വെച്ചിട്ടുണ്ട്. ഒരുപാട് നാൾക്ക് ശേഷമാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വരുന്നത്. ഒന്നാമത് എനിക്ക് പഴയ പോലെ സംസാരിക്കാൻ പറ്റില്ല കേട്ടോ, കാരണം ക്ലിപ്പിട്ടത് സുധിയുടെ വീഡിയോ കാണുന്നവർക്ക് അറിയാൻ പറ്റും, ഞാൻ ക്ലിപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം എനിക്കിപ്പോൾ പഴയ പോലെ അത്രയ്ക്ക് അങ്ങോട്ട് സംസാരിക്കാൻ പറ്റില്ല. സോ കുത്തിക്കൊള്ളലുണ്ട് കേട്ടോ, ആദ്യമായിട്ടില്ല ഇട്ടിട്ട്. അപ്പം ഞാനിങ്ങനെ ഒരുപാട് ദിവസമായി വീഡിയോ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. പക്ഷേങ്കിൽ ഓരോ റീസൺ ഞാനിങ്ങനെ ഈ ക്ലിപ്പ് ഇട്ടതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് വീഡിയോ എടുത്തു വെച്ചായിരുന്നു. പക്ഷേ അവർ ടച്ച് അങ്ങോട്ട് വിട്ടുപോയപ്പോൾ പിന്നെ എടുക്കാനായിട്ട് എനിക്ക് ഭയങ്കര മടിയും, ഇന്നെടുക്കാം നാളെ എടുക്കാം അങ്ങനെയായിട്ട് ഇരിക്കുമായിരുന്നു. പിന്നെ വീടിൻ്റെ കാര്യം എല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, വീടിൻ്റെ പണി എന്തായി, വീട്ടിൽ കയറി താമസമായോ, ഒന്നും പറഞ്ഞില്ല, വീട് കാണിച്ചില്ല. പിന്നെ ഹൗസ് വാമിങ് സുധിയുടെ വീഡിയോയിലൂടെ കണ്ടവരൊക്കെ കുറേ പേര് ചോദിച്ചായിരുന്നു. പക്ഷേങ്കിൽ എല്ലാം വളരെ പെട്ടെന്നായിരുന്നു, ഞാൻ പോലും പ്രതീക്ഷിച്ചില്ല. വീട് പണിയൊന്നും ഫുൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, തേപ്പ് പണിയൊക്കെ ഇപ്പോഴായിരുന്നു കുറേയൊക്കെ കഴിഞ്ഞത്. ജസ്റ്റ് ഒന്നിങ്ങനെ, കാരണം നമ്മുടെ ലൈഫിൽ നമ്മൾ മുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ള പോലെ ഇതൊന്നും എന്നും നടക്കുന്ന സംഭവമല്ലല്ലോ, അപ്പോൾ എപ്പോഴെങ്കിലും നടക്കുന്ന കാര്യമല്ല. അപ്പോൾ എനിക്ക് എല്ലാം ഒന്ന് സെറ്റ് ചെയ്തിട്ട് കയറി താമസിക്കണമെന്നാണ് വിചാരിച്ചത്. പക്ഷേ സാഹചര്യങ്ങൾ സമ്മതിച്ചില്ല. എങ്കിലും എല്ലാവരോടും പറയാൻ പറ്റിയില്ല, ഫാമിലിയിൽ മാത്രം ഒന്ന് വിളിച്ചിട്ട് ചെറുതായിട്ട് ഞങ്ങളൊന്ന് കയറി താമസിച്ചു. അതിന് ശേഷമാണ് ഞാനിപ്പോൾ ഇവിടെ അറ്റകുറ്റ ചെറിയ ചെറിയ പണികളൊക്കെ ചെയ്തിട്ട് എല്ലാം സെറ്റ് ചെയ്തിട്ട് വീഡിയോ ചെയ്യാമെന്ന് വേണ്ടിയിരിക്കുമായിരുന്നു. അങ്ങനെ നമുക്ക് നമ്മുടെ ഈ കുഞ്ഞു സ്വർഗം ഒന്ന് കണ്ടാലോ. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ വീട് കേട്ടോ. സോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇത്ര ദിവസം വീഡിയോ ചെയ്യാൻ ലേറ്റ് ആയതിന് മറ്റൊരു റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം കെട്ടുപണി ഇവിടം വരെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇതൊക്കെ അലങ്കോലമായിട്ട് അപ്പുറത്തൊക്കെ കുഴിയായി, മണ്ണൊന്നും സെറ്റ് ചെയ്യാതെ റോഡൊക്കെ ആകെ കുഴിയായി കിടക്കുമായിരുന്നു. പിന്നെ ഞാൻ ബാക്കിൽ നിന്ന് മണ്ണെടുത്ത് ഇവിടെയൊക്കെ ലെവൽ ചെയ്ത്, ഇതെല്ലാം ഞാൻ കിട്ടിയതാണ് കേട്ടോ. അത് ഈ കല്ലൊക്കെ ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് എടുത്ത് ഇവിടെ കൊണ്ടെന്ന് വെച്ച് എനിക്ക് ഇത്ര ഒരു കഴിവുണ്ടെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. അതേപോലെ നമ്മൾ ടയറൊക്കെ സെറ്റ് ചെയ്ത് പെയിൻ്റ് അടിച്ച് അതിൽ ചെടിയൊക്കെ വെച്ചു, ഇവിടെയൊക്കെ ചെടികൾ വെച്ചു. മുമ്പ് ആകെ എന്താ പറയുക, ഇതൊക്കെ കുഴിയായിരുന്നു, ഇവിടെയൊക്കെ കുഴിയായിരുന്നു. അതൊക്കെ മണ്ണിട്ട് ലെവൽ ചെയ്ത് ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊണ്ടുവന്നാണ്. ഇനി മനസ്സിൽ കുറേ ഐഡിയാസ് ഉണ്ട്. കുഞ്ഞാപ്പിൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു പാത്രം കണ്ടോ, ഈ പാത്രവും ഞാനിപ്പോൾ ഉണ്ടാക്കിയതാണ്. നമുക്ക് സമയം ഉണ്ടാകുമ്പോൾ ഇതേപോലെ വേറെയും കുറേ സിമെൻറ്റ് പാത്രങ്ങളൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ കളർ ചെയ്ത് ഇവിടെയൊക്കെ വെക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അതേപോലെ കുറേ ചെടികൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മുടെ കുഞ്ഞാപ്പിയുടെ ടീച്ചറിൻ്റെ വീട്ടിൽ നിന്നൊക്കെ കുറേ ചെടികൾ, മുക്കവാസി ചെടികളും കുഞ്ഞാപ്പിയുടെ ടീച്ചറിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കേട്ടോ. നല്ല നല്ല ചെടികളൊക്കെ ഉണ്ട്. നമ്മൾ മേടിച്ചത് വളരെ കുറവാണ്, ബാക്കിയെല്ലാം ഈ പറഞ്ഞ പോലെ അയൽവാസികളുടേതും. ഞാനാണെങ്കിൽ റോട്ടിൽ ഒരു നാളും ഇല്ലാണ്ട് ഇങ്ങനെ നടന്ന് ചോദിച്ച് ഓരോ ചെടികളും മേടിക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ അക്യോരം, പൊട്ടി അക്യോരത്തിൽ ഇങ്ങനെ എന്തൊക്കെയോ കുറേ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒക്കെ സെറ്റ് ആയതുകൊണ്ട് ഇപ്പോൾ വെച്ചതുകൊണ്ട് ഇങ്ങനെ കിടക്കുവാണ്. ഒന്നും അങ്ങോട്ട് എന്താ പറയുക, ഒന്നും ലെവലായിട്ടില്ല. ഇത് മുമ്പ് ഉള്ളത് കൊണ്ട് മാത്രം ഇതിങ്ങനെ ബുഷിയായിട്ട് നിൽക്കുന്നുണ്ട്. ബാക്കിയൊക്കെ ഒന്നിങ്ങനെ വളർന്ന് വരുന്നുള്ളൂ കേട്ടോ. നമ്മൾ ആക്ച്വലി ഇവിടെ ഒരു ചെറിയൊരു ഹാള് പോലെ, അതേപോലെ ഒരു സിറ്റ് ഔട്ടും, അതേപോലെ ഇവിടെ ഒരു കിച്ചണും ഇറക്കിയതിന് ശേഷം കയറി താമസിക്കാമെന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷേങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ചില കാര്യങ്ങൾ അത് നടന്നില്ല. അതുകൊണ്ട് ഉള്ളത് വെച്ചിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ കയറി താമസിച്ചാണ്. ഇൻഷാല്ലാ പിന്നീട് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതൊക്കെ ചെയ്യാം കേട്ടോ. ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് നമ്മൾ കയറി വരുന്ന സമയത്ത് നമ്മുടെ ഹാളുള്ളത്. ഹാളിൽ ഫ്രണ്ടിൽ തന്നെ ഇക്കാക്ക് കുറച്ച് ടെക്സ്ചർ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ 2 ദിവസം മുമ്പ് ചെയ്തു വെച്ചിട്ടുള്ളൂ കേട്ടോ. ഒരു ഐഡിയയിൽ എങ്ങനെയാണ് അങ്ങോട്ട് ചെയ്തതാണ്. പിന്നെ ഇതാണ് കേട്ടോ നമ്മുടെ ഹാള് വരുന്നത്. ഹാളിൽ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ എന്താ പറയുക ഡെക്കോർ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. ഇനിയും പണിയുണ്ട്. പക്ഷേ കുറച്ച് സ്പേസ് ഉള്ളെങ്കിലും ആ കുറച്ച് സ്പേസിൽ തന്നെ നമ്മൾ അത്യാവശ്യം വേണ്ട സൗകര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി നോക്കിയിട്ടുണ്ട് കേട്ടോ. സോഫ സെറ്റും ഇതൊക്കെ ഇരിക്കാൻ കാരണം വേറെ ഒന്നുമല്ല, നമ്മുടെ കുഞ്ഞാപ്പി ഉണ്ടല്ലോ, കുഞ്ഞാപ്പിയൊക്കെ ചവിട്ടി എല്ലാം നശിപ്പിക്കുന്ന പണിയാണ്, ചളിയാക്കുന്ന പണിയാണ്. അപ്പോൾ അതിൻ്റെ മേലെ എല്ലാം ടർക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ഞാൻ ഇൻഡോർ പ്ലാന്റ് ആണ്, അതുകൊണ്ടാണ് ഇതൊക്കെ ഉള്ളിൽ കൊണ്ടുവന്ന് വെച്ചേക്കുന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഒന്നൊരു വാട്ടം തട്ടിയ പോലെയുണ്ട്. അപ്പോൾ ഇത് ഇൻഡോർ പ്ലാന്റ് അല്ല എന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണേ. പക്ഷെ നല്ല രസമുണ്ട് ഇങ്ങനെ നിൽക്കണതാണ്, അതാണ് ഞാൻ ഉള്ളിൽ കൊണ്ടുവന്ന് വെച്ചത്. അതേപോലെ ഇതും അതെ. ഇനിയും ഇതേപോലെ ഈ ഒരു ഷെൽഫ് മൊത്തം എനിക്ക് പ്ലാന്റ്സ് സെറ്റ് ചെയ്യണമെന്നാണ്. ഇപ്പോൾ അത്യാവശ്യം നമുക്ക് കിട്ടിയ കുറച്ച് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. ഇനി മെല്ലെ മെല്ലെ ഈ പ്ലാന്റ്സ് സെറ്റ് ചെയ്ത പോലെ ഇങ്ങനെ ഓരോ ഷെൽഫും നമുക്ക് പ്ലാന്റായിട്ട് സെറ്റ് ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് ആയിട്ട് നമ്മുടെ റൂമിലേക്ക് പോവാം. ആക്ച്വലി ഇതാണ് എൻ്റെയും ഇക്കാക്കയുടെയും കുഞ്ഞാപ്പിയുടെയും റൂമേ. ഇത് ഇവിടെ ഇങ്ങനെ ലൈറ്റൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. എൻ്റെ മനസ്സിൽ കുറേ കാര്യങ്ങളുണ്ട് ചെയ്യണമെന്നായിട്ട്, പക്ഷെ എനിക്ക് ടൈം കിട്ടാത്തതുകൊണ്ട് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ ഇവിടെ ഞാൻ വേറൊരു കാര്യം കാണിച്ചു തരാം. നമ്മളിവിടെ 2 ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്, ബെഡ്റൂം ലൈറ്റ് പോലെ. നമ്മളിവിടെ ഇങ്ങനെ ഇതാക്കുന്നതല്ല ചെയ്തേക്കണത്, അടിയിലൊരു ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ
ഇങ്ങോട്ട് മുകളിലേക്കും ഒരു ലൈറ്റ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അതെ നമ്മുടെ 2 ലൈറ്റുകൾ നമ്മൾ സെറ്റ് ചെയ്തത് ഇങ്ങനെയാണ് കേട്ടോ സെറ്റ് ചെയ്തേക്കണേ. ഒരു ലൈറ്റ് ഇതേ അവിടെയും, അതിപ്പോൾ എല്ലായ്പ്പോഴും ഇടാറില്ല, പക്ഷേ ഇത് നമ്മൾ താഴെ എന്നും രാത്രി ലൈറ്റ് ഇടും കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ രാത്രി സമയത്ത്. ഇനി നമുക്ക് വേറെ എന്ന് പറഞ്ഞാൽ ഈ ഷെൽഫിലും ഈ പറഞ്ഞ പോലെ കുറച്ച് ഫ്ലവേഴ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡെക്കോർ സാധനങ്ങളൊക്കെ വെച്ചിട്ട് അറ്റ്ലീസ്റ്റ് ഒരു ഡോറെങ്കിലും വെച്ചിട്ട് ഈ വെച്ചിരിക്കുന്ന സാധനങ്ങൾ മറവ് കാണാത്ത രീതിയിൽ വെക്കുക, അങ്ങനെ എന്തെങ്കിലും ചെയ്യണം. അതേപോലെ ഈ ഒരു വാളിൽ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ട്. അതേപോലെ ഇവിടെ എനിക്കൊരു പാം ട്രീ വെക്കണം എന്നുണ്ട്, ഒരു ജസ്റ്റ് ഒരു ഇതിൽ. എനിക്ക് ഇലകൾ ചെടികൾ ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ട്. പിന്നെയുള്ളത് നമ്മുടെ അടുത്ത പരിപാടി ഈ മഞ്ഞ കളറില്ലേ, ഈ മഞ്ഞ കളർ ഇവിടെ നിന്ന് മാറ്റണം കേട്ടോ. കാരണം ഇവിടെ വൈറ്റ് ആയിരുന്നു മുമ്പ്, അപ്പോൾ ഈ ടെക്സ്ചർ വർക്ക് വന്നതിന് ശേഷം ഈ മഞ്ഞ ഇവിടെ സ്യൂട്ട് ആവുന്നില്ല. ആക്ച്വലി ഈ ഒരു വ്യൂ ഇവിടെ വൈറ്റ് ആയിരുന്നപ്പോൾ നല്ല ഭംഗിയായിരുന്നു, അപ്പുറത്ത് വൈറ്റ് ഇങ്ങനെ ഒരു ബ്ലാക്കും ഇതും കാണാനായിട്ട്. അപ്പോൾ നെക്സ്റ്റ് റൂം എന്ന് പറയുന്നത് ഇതാണ്. ഇവിടെയാണ് അമ്മച്ചിയും അക്കുവും നിഹയൊക്കെ കിടക്കുന്നത്. ഇവിടെ അങ്ങനെ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല, കാരണം ഇവിടേക്ക് ഞാൻ അങ്ങോട്ടേക്ക് കയറിയിട്ടില്ല. ഒന്നും സെറ്റ് ചെയ്തിട്ട് ഒരു റൂം സെറ്റ് ചെയ്തിട്ട് കയറാമെന്ന് വിചാരിച്ചിട്ടാണ്. നമ്മുടെ പഴയ കട്ടിലും കിടക്കൊക്കെ നമ്മൾ മാറ്റിയിട്ട് 2 വലിയ കട്ടിലും ഒരു കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇനി അടുത്ത് നമുക്കുള്ളത് ജസ്റ്റ് ഇതേ ഒരു കിച്ചണാണ്. കിച്ചൺ ഒട്ടുമേ സെറ്റ് ചെയ്തിട്ടില്ല നമ്മൾ, കാരണം ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ്മെൻറ്റിൽ വെച്ചിരിക്കുകയാണ്. മുകളിലേക്കൊന്നും സാധനം മാറ്റിയിട്ടില്ല. കുറേ സാധനങ്ങൾ ഇങ്ങനെ കച്ചറപ്പച്ചറയൊക്കെ കിടക്കുന്നുണ്ട്. ഈ സാധനങ്ങളൊക്കെ മുകളിലേക്ക് എടുത്ത് മാറ്റണം. ഇത് അത്യാവശ്യം ഡ്രസ്സ് വെക്കാനുള്ള ഒരു കബോർഡാണ്, അപ്പോൾ ഇത് കളയണ്ടെന്ന് വെച്ചിട്ട് ഇതിവിടെ വെച്ചു. ഒന്നാമത് സ്പേസ് ഇല്ലല്ലോ നമുക്ക്, ഡ്രസ്സ് വെക്കാനോ അലമാര വെക്കാനൊന്നും സ്പേസ് ഇല്ല. അപ്പോൾ അത് ഇവിടെ വെച്ചപ്പോൾ നമുക്ക് അത്യാവശ്യം ഡ്രസ്സ്, വീട്ടിലിടുന്ന ഡ്രസ്സുകളൊക്കെ ഇതിൽ അതെ ഇവിടെ നിഹ എഴുതി വെച്ചിട്ടുണ്ട്. മമ്മ, അതുപോലെ ഇത് നിഹയുടെയാണ്. അങ്ങനെ ഓരോന്നും ഓരോരുത്തരുടെ സംഭവം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ കിച്ചൺ വരുന്നത്. എന്നാലും കുഴപ്പമില്ല, നമുക്ക് അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ സിങ്ക്. അപ്പോൾ ഇവിടെ നമ്മളൊരു കിച്ചൺ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്കിതൊരു ഡൈനിങ് സ്പേസ് ആക്കാമെന്നൊക്കെയാണ് വിചാരിച്ചേക്കണം കേട്ടോ മൈൻഡിൽ. അങ്ങനെ കിടക്കട്ടെ, എന്തായാലും ശരിയാവും. സോറി, അതിനിടയ്ക്ക് എനിക്കൊരു കോൾ വന്നു കേട്ടോ. അങ്ങനെ എന്താണ് കേട്ടോ നമ്മുടെ ബാത്റൂമ്. സോ ഇതാണ് നമ്മുടെ കുട്ടി ബാത്റൂം. കുറച്ച് സൗകര്യം കുറവാണ്, കാരണം നിന്ന് കുളിക്കുന്ന സമയത്തൊക്കെ ഇവിടെ കൈ മുട്ടിയിട്ട് ഇക്കാക്കടെ കൈയൊക്കെ നല്ല രീതിക്ക് പൊട്ടിയായിരുന്നു കേട്ടോ. പിന്നെ കുട്ടികൾക്ക് അങ്ങനെ പ്രശ്നമില്ല, എങ്കിലും അങ്ങനത്തെ കുറച്ച് പ്രശ്നമുണ്ട്. ആദ്യം ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോഴും സേഫല്ല. പിന്നെ അത് ഒരുപാട് നീക്കിയിട്ട് വെക്കണം. പിന്നെ അതുപോലെ ഇത് അവിടെ കിടന്നൊരു വേരാണ് കേട്ടോ. ഇത് നമ്മുടെ ആ വീട്ടിൻ്റെ ബാക്കിൽ കിടന്ന വേരാണ്. അപ്പോൾ ഞാനത് അതിനവിടെ കൊണ്ടുവന്ന് അതിനെ തേച്ച് ഒരതി പേപ്പറൊക്കെ വെച്ച് ഒരതി സെറ്റ് ചെയ്തിട്ട് പെയിൻറ്റും ക്ലിയർ, ഇനിയിപ്പോൾ ഒന്ന് ക്ലിയർ ഇതിന് ഗ്ലോസിയോ അങ്ങനെ എന്തോ അടിക്കണം എന്ന് പറഞ്ഞു. അതൊന്ന് കുറച്ച് ഷൈനിങ് നിൽക്കാൻ വേണ്ടിയിട്ട് അതടിച്ചിട്ട് ഒന്നില്ലെങ്കിൽ ഇവിടെയോ അല്ലെങ്കിൽ അവിടെ ആയിട്ടോ സെറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. എന്നിട്ട് അതിൽ വെക്കാനായിട്ടാണ് കേട്ടോ ഞാൻ ചിരട്ടയിൽ കണ്ടില്ലേ പെയിൻ്റൊക്കെ അടിച്ചിട്ട് ചെടികൾ വെച്ച് സെറ്റ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ആ ചിരട്ടകളൊക്കെ ഞാൻ കാണിച്ചു തരാവേ. അവിടെ നിന്ന് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ കൊണ്ടുപോയിട്ട് കുറേ ചിരട്ടകൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്യണം എന്ന് വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ. കാണിച്ചിട്ടേ അപ്പോൾ നിൽക്കണില്ല, പക്ഷേ അത് പശ വെച്ചിട്ട് നിർത്തണം. നിന്നായിരുന്നു അമ്മേ, ഇപ്പോൾ പോവും. അത് ഒറ്റ കയ്യിൽ വെച്ച് ശരിയാവില്ല. അപ്പോൾ അത് നമ്മൾ പശ വെച്ചിട്ട് നമ്മളത് സെറ്റ് ചെയ്യും കേട്ടോ. അല്ലെങ്കിൽ ഇത് ഈ പറഞ്ഞ പോലെ ഇങ്ങനെ തന്നെ കുറേ എണ്ണം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ നിന്നോളും. കണ്ടോ, ഇങ്ങനെയെങ്കിലും സെറ്റ് ചെയ്യണം. പിന്നെ അടുത്തതായിട്ട് ഇവിടെ ഞാൻ ചെയ്തു വെച്ച മറ്റൊരു കലാവിരുദ്ധ കാണിച്ചു തരാം. ഇവിടെ ആക്ച്വലി ഇങ്ങനെ കിടന്ന സ്ഥലമല്ല കേട്ടോ, ഭയങ്കര അലമ്പായിട്ട് കിടന്ന സ്ഥലമായിരുന്നേ. അതിനെ ഞാനാണ് ഇങ്ങനെ ആക്കിയെടുത്തത് കേട്ടോ. ഇത്രയും ഇവിടെയൊക്കെ വളവും കുളവൊക്കെ കണ്ടാലറിയാം ഈ ഒരു കോലത്തിലാക്കിയെടുത്തത് ഞാനാണ്. എന്നിട്ട് അവസാനം ഇവിടെ വെള്ളം പോകാണ്ടായപ്പോൾ ഇവിടുത്തെ ടൈലൊക്കെ എടുത്ത് മാറ്റി അവിടെയൊക്കെ കുത്തി പൊട്ടിച്ച് ഒന്നുകൂടെ സ്ലോപ്പാക്കിയിട്ട് നമ്മൾ വീണ്ടും സിമെൻറ്റൊക്കെ ഇട്ട് സെറ്റ് ചെയ്തതാണ് കേട്ടോ. അങ്ങനെ ഇവിടുത്തെ ഭാഗം ഇങ്ങനെ ഞാൻ ക്ലിയർ ചെയ്തു. ആക്ച്വലി ചെറിയ പണികളൊക്കെ തട്ടിക്കൂട്ട് പണികളൊക്കെ എനിക്കും അറിയാം, അത്യാവശ്യ കാര്യത്തിനൊക്കെ ഉള്ളത്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഇതാണ് ബാക്ക് വശം വരുന്നത്. ഇതാണ് നമ്മുടെ പഴയ കട്ടിലൊക്കെ. ഇതിപ്പോൾ എടുക്കാൻ ഇക്കാക്കടെ ഫ്രണ്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അതങ്ങനെ അവിടെ നിന്ന് ഒഴിവായി പോകും. ബാക്കി കുറച്ച് സാധനങ്ങൾ, ഇത് പെയിൻറ്റിങ് സാധനങ്ങളാണ്, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ ഡംപ് ചെയ്തിട്ട് കിടക്കുന്നുണ്ട്. അതൊക്കെ ഇനി മെല്ലെ മെല്ലെ ഓരോന്നായിട്ട് ഇച്ചിരി ആയിട്ട് മെല്ലെ, ഇത്ര നല്ല ഒരുപാടുണ്ടായിരുന്നു, മെല്ലെ മെല്ലെ സെറ്റ് ചെയ്യണം. ഇത് നമ്മുടെ അവക്കാഡോ ചെടി മുമ്പുണ്ടായിരുന്നതാണ്, അത് ഇവിടെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത് വെക്കണം. ഇവിടെ കുറച്ച് പച്ചക്കറികളൊക്കെ ഇട്ടിട്ടുണ്ട് തൽക്കാലത്തേക്ക്. പിന്നെ ഇത് ഇവിടെ കുറേ മണ്ണുണ്ട് ബാക്കിൽ. ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ സ്ഥലം. ആ പച്ച നെറ്റ് കെട്ടി അവിടെ നിന്നുണ്ട്, ഈ കാണുന്നതാണ് നമ്മുടെ സ്ഥലം. സോ ഈ മണ്ണൊക്കെ ഇനി ഒന്ന് ലെവൽ ചെയ്തിട്ട് വേണം ഇവിടെ എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാനായിട്ട്. പിന്നെ ഉള്ളത് ഇത്
ഇത് നമ്മുടെ പഴയ കട്ടിലായിരുന്നു. അപ്പോൾ കട്ടിലിനെ തൽക്കാലത്തേക്ക് ഇത് നല്ല കട്ടിലാട്ടോ ആക്ച്വലി. അപ്പോൾ എപ്പോഴെങ്കിലും ഒരു റൂമോ പുറത്തേക്ക് ഹാളോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒന്ന് പെയിൻ്റ് അടിച്ച് സെറ്റ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അക്കൊന്നും കിടക്കാനായില്ലേ. കാരണം അവരൊക്കെ വലുതായി വന്നു കഴിഞ്ഞാൽ എല്ലാവരും ഇതേപോലെ ഒരുമിച്ച് കിടക്കാൻ പറ്റത്തില്ലല്ലോ. വലിയതായി അപ്പോൾ ഒരു മാക്സിമം ഒരു 2 ഇയറൊക്കെയാണ് അങ്ങനെ കിടക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും എക്സ്റ്റെൻഡ് ചെയ്തേ പറ്റുള്ളൂ കേട്ടോ. പിന്നെ നമുക്ക് പറ്റില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചേക്കണം. അതുവരെ നിൽക്കുമെന്നറിയില്ല. ഇല്ലെങ്കിൽ ആ സമയത്ത് നമുക്ക് വേറെ മേടിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ കുഞ്ഞു വീട്. എല്ലാവരും കണ്ട് അഭിപ്രായം പറയുക. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണോ, വേറെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക. അതേപോലെ നിങ്ങളുടെ വീട്ടിൽ നല്ല നല്ല ചെടികളൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ അഡ്രസ്സ് ചോദിച്ചിട്ട് എനിക്ക് വീട്ടിലേക്ക് പാർസൽ ചെയ്ത് തരും കേട്ടോ ചെടികൾ. ഞാൻ വേറെ ഒന്നും ചോദിക്കില്ല. മെയിൻ എനിക്ക് ഇഷ്ടമുള്ളത് നിറച്ചും ചെടികളാണ്. അത് ഈ ചെടിയൊക്കെ കണ്ടില്ല, ഒക്കെ പോയതായിരുന്നു കേട്ടോ. എന്നിട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ ഞാൻ പൊട്ടിച്ച് എങ്ങനെയൊക്കെ ആക്കി എടുത്തതാണെങ്കിൽ വേണ്ട പുഴുവൊക്കെ കടിച്ച് സെറ്റ് ചെയ്ത് ഇതൊക്കെ ഇങ്ങനെ നല്ല നിൽക്കുന്ന ചെടികളായിരുന്നു. ഇതൊക്കെ ഞാൻ വഴിയിൽ നിന്ന് പറിച്ചുകൊണ്ടുവന്ന കേട്ടോ, റോട്ടിൽ നിന്നൊക്കെ പറിച്ചുകൊണ്ടുവന്ന ചേച്ചിമാരുടെ നിന്നൊക്കെ. ഇത് പിന്നെ നമ്മൾ മേടിച്ചതാണ്. ഇതൊക്കെ വലുതാവുമോ എന്ന് അറിയില്ല. എന്തായാലും എല്ലാവർക്കും വീഡിയോ അല്ല വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കേട്ടോ. എങ്ങനെയാണ്, അടിപൊളിയല്ലേ? അപ്പോൾ അങ്ങനെ എല്ലാവർക്കും വീട് കണ്ട് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ വിചാരിക്കുന്നു. ഞാൻ ഒരുപാട് അങ്ങോട്ട് വലിച്ചു നീട്ടണമൊന്നുമില്ല. ഈ വീഡിയോ ഞാനിപ്പോൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. പിന്നെ മറ്റൊരു കാര്യമുണ്ട്, നമ്മൾ അടുത്ത് തന്നെ പുതിയ യാത്ര, പഴയ പോലെ ബൈക്ക് യാത്ര സ്റ്റാർട്ട് ചെയ്യുവാണ്. പക്ഷേങ്കിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. എൻ്റെ വീഡിയോസ് ഇനി മുതലും മലയാളത്തിലായിരിക്കില്ല കേട്ടോ. ലാംഗ്വേജ് മാറ്റം ഉണ്ടാവും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അപ്പോൾ എൻ്റെ വീഡിയോയും സുധിയുടെ വീഡിയോ ഒരേപോലെ ആയിരിക്കും, വ്യൂവേഴ്സ് ഒരുപോലെ ആയിരിക്കും, ഒരേ ഭാഷ ഒരേ കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് ഒരു മടുപ്പാവും, ഒരു വിരസത വരും. അപ്പം അത് കാരണം ഇനി മുതൽ ഞാൻ ഹിന്ദിയിലെ വീഡിയോ ചെയ്യാമെന്നാണ് വിചാരിച്ചേക്കണേ. അറ്റ്ലീസ്റ്റ് ഇപ്പം നമ്മുടെ കേരളത്തിൽ ഹിന്ദി അറിയാത്തവരാരുമില്ല കേട്ടോ. അറ്റ്ലീസ്റ്റ് എൻ്റെ ഒരു ഈ മുറിഞ്ഞ ഹിന്ദി കേൾക്കാൻ നല്ല ഹിന്ദി അറിയാവുന്നവരൊക്കെ വന്നു കഴിഞ്ഞാൽ എൻ്റെ ഹിന്ദി കേട്ടാൽ ഞാൻ ഭയങ്കര കോമഡി ആയിരിക്കും. സോ അത് കേൾക്കാനെങ്കിലും ആരെങ്കിലും വ്യൂവേഴ്സ് വരും. അതുകൂടാതെ തന്നെ നമ്മൾ പുറത്ത് പോകുന്നത്, നമ്മൾ കേരളത്തിലല്ലേ യാത്ര ചെയ്യുന്നത്, കൂടുതലും പുറത്താണ്. അപ്പോൾ പുറത്ത് പോകുന്ന എല്ലാവർക്കും ഏകദേശം ഹിന്ദി അറിയാം. അപ്പോൾ നമ്മൾ അവരുടെയൊക്കെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുമ്പം അവർക്കും കൂടെ കാണാൻ പറ്റുന്നത്, ഇതൊക്കെ നമ്മൾ മുമ്പ് ചെയ്യുന്ന സമയത്ത് അവർക്ക് ജസ്റ്റ് ആ ഒരു വീഡിയോ മാത്രം കാണാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ്. അത് കഴിഞ്ഞാൽ നമ്മുടെ ഭാഷ അറിയില്ല, അപ്പോൾ അവർ കാണില്ല. ഇതാകുമ്പോൾ നമ്മളൊരു ഹിന്ദിയിലൊരു വീഡിയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കാണുന്ന ആൾക്കാർ, വഴിയിൽ കാണുന്ന ആൾക്കാർക്ക് നമ്മളെ ഫോളോ അപ്പ് ചെയ്യാനും അതേപോലെ അവർക്ക് വീണ്ടും നമ്മുടെ വീഡിയോസ് കാണാനുള്ളൊരു സാഹചര്യം കൂടെ ഉണ്ടാവും. അപ്പോൾ അതങ്ങനെ ഒരു പ്ലാനിൽ ഞങ്ങൾ രണ്ടാളും കൂടെ ചെയ്ത് തന്നെയാണ്. അപ്പോൾ ഞാൻ ഇനിമേൽ ഹിന്ദിയിലും ചെയ്യാമെന്ന് വിചാരിച്ചു, സുധി ആസ് യൂഷ്വൽ മലയാളത്തിലും ചെയ്യാമെന്ന് പറഞ്ഞിട്ട് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാവർക്കും നിങ്ങളുടെ പുതിയ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ മെസ്സേജ് ചെയ്യുക. സോ അപ്പോൾ എല്ലാവർക്കും ടാറ്റ. എൻ്റെ ഫോണിൽ ചാർജ് തീരാനായി. ബൈ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വേഗം കാണാം കേട്ടോ. ബൈ.